നൂറിൽ 101% പച്ചയായ പച്ച പരമ യാഥാർത്ഥ്യം. ഈ ജോലിയുള്ള ആൾക്കാരെ കാണുമ്പോൾ ചിലർ പറയും നിനക്ക് എന്ത് സുഖ, ജോലി ഉണ്ടല്ലോ ശമ്പളം ഉണ്ടല്ലോ എന്ന്. ജോലിയുണ്ട്, ശമ്പളമുണ്ട്, പക്ഷെ സുഖം അതുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ്ട് തീരുമാനിക്കുക. രാവിലെ കൃത്യം പണിക്ക് വേണം, പോവാം, അത് പോവാം, നമുക്ക് കുഴപ്പമില്ല പോവാം. പക്ഷേ ഈ പണി തരുന്നവന്റെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കണം. അയാൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിൽ, ഫാമിലി പ്രശ്നം ഉണ്ടെങ്കിൽ, മുകളിൽ നിന്ന് കുറെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ, കുറെ പ്രഷർ ഉണ്ടെങ്കിൽ, അതൊക്കെ നമ്മുടെ നെഞ്ചുതൊട്ടായിരിക്കും. അതിനൊക്കെ പറഞ്ഞ ജോലി സ്ഥലത്തെ പൊളിറ്റിക്സ്, ഫേവറിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടൻ കലാരൂപങ്ങൾ വേറെ. സ്വന്തമായിട്ടൊരു സ്റ്റാൻഡുള്ള ആൾക്കാരെ അവർക്ക് പറ്റൂല. ഒരു പറയുന്നതിനൊക്കെ മൂളി നിൽക്കുന്ന ആൾക്കാരെ കൂട്ടത്ത് കൂട്ടും, പ്രൊമോഷൻ കൊടുക്കും, നല്ല നിലയിലെത്തിക്കും. ആത്മാഭിമാനം അത് പാടില്ല. ഓരോ സോപ്പിട്ട് പതപ്പിച്ച് നിന്ന കാര്യങ്ങൾ സെറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ കൊല്ലാക്കൊല്ലം ഓരോ പരിപാടി അവതരിപ്പിക്കും. അപ്രൈസൽ ഒരു നമുക്ക് റേറ്റ് ഇടും. എനിക്ക് റേറ്റ് ഇടാൻ ഓരാരാ. റേറ്റിംഗ് കുറഞ്ഞാൽ പേഴ്സണൽ ആയിട്ടൊരു മീറ്റിംഗ് വിളിപ്പിക്കും. എന്നിട്ട് അതിൽ പറയും നന്നായിട്ട് പണിയെടുത്തു, ഇല്ലാന്നുണ്ടെങ്കിൽ അന്നേക്കാ കഴിവുള്ളവരെ നാളെ മുതൽ പണിക്കെടുക്കും. അങ്ങനെ ട്രോമറ്റൈസ്ഡ് ആയി പ്രഷറും കൊണ്ട്, മാനസിക സമ്മർദ്ദം കൊണ്ട്, ടാർഗറ്റും കൊണ്ട് പണ്ടാറടങ്ങിയിരിക്കും. ഓരോ നിമിഷം അപ്പുറത്തിരിക്കുന്ന ആളൊക്കെ നന്നായിട്ട് പണിയെടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മാസാവസാനം ശമ്പളം വരും. ശമ്പളം, ആ കിട്ടുന്ന ശമ്പളം മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചിലവാക്കാൻ മാത്രമേ. ശരിയാണ്, നമുക്കിപ്പോ തുണി മേടിക്കണമെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വല്ലതും കഴിക്കണമെങ്കിൽ ഒന്നും ആരുടെത്തും പൈസ ചോദിക്കണ്ട. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഇത്രയൊക്കെ ഇടങ്ങേറുണ്ട്. അടുത്ത തവണ ജോലിയുള്ള ഒരാളെ കാണുമ്പോൾ ആ ജോലി ഉണ്ടല്ലോ ശമ്പളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് എന്ത് സുഖാ അനക്ക് ജോലി ഉണ്ടല്ലോ പറയണ്ട. സുഖത്തിനെ പറ്റി ആരും ഇവിടെ പറയണ്ട. കാരണം